ഗോട്ടിനെ 3 കളിയായിട്ട് കണ്ടിട്ടില്ല സത്യം. ഈ കളിയും ഗോട്ട് നോട്ട് ഫൗണ്ട് ആയ ഹാട്രിക് അടിക്കുക ഗോട്ടേന്ന്, പിന്നല്ല. ഇല്ലല്ലോ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ബ്രോ. ഇതുണ്ടല്ലോ നോട്ടിന്റെ വീണ്ടും പോടും മിസൈൽ പോലെ. ഇല്ലില്ല, നിങ്ങൾ ഇതിനകത്ത് എന്നെ കൂട്ടണ്ട. അല്ല അണ്ണൻ പിറകെ പോവാന്ന്. ഇല്ല, ഞാൻ ഫിനിഷിംഗ് പോയിന്റ് എത്തുമ്പോഴത്തേക്ക് മാറിത്തരാം. പക്ഷെ വണ്ടി പൊളി കൺട്രോൾ ഉണ്ടോ നിങ്ങളായിരിക്കുന്ന? ഇതിനകത്ത് ഇതുപോലും ഇല്ല. ഏതില് ഫീഡ്ബാക്ക് പോലും ഇല്ല. ഫീഡ്ബാക്ക് വന്നോളൂ ഇപ്പൊ. ഫീഡ്ബാക്ക് ഇല്ല മഞ്ഞിലില്ല ഫീഡ്ബാക്ക് ഇല്ല ചേട്ടാ. ഈ വണ്ടി ഫീഡ്ബാക്കേ ഇല്ല. ഈ വണ്ടിക്ക് നേരത്തെ ഞാൻ ഇട്ടതല്ല. അള്ളിയാ കേട്ടോ. ഞാൻ കറങ്ങി. ഇത് ബിജിലാണ് ഉണ്ടാക്കിയ മാപ്പാണ്. ഓ കള്ളക്കുള്ളി ഇൻകമിങ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുകൊണ്ടാണ്. എന്താ നിനക്ക് പിന്നെ ചെക്ക് എടുക്കണ്ടേ? ഒരു കുത്തിക്കായിട്ടുണ്ട്. ചെക്കൂർ എടുത്തിട്ട് ഇടിക്കണതില്ല. അപ്പൊ ഡോൺ ചേട്ടൻ എന്റെ ഒരു കാര്യം ചെയ്യും, എല്ലാ ദിവസവും ഇങ്ങനെ മാപ്പൊക്കെ ഉണ്ടാക്കും, വൈകുന്നേരം നമുക്ക് കളിക്കാം. എനിക്ക് ദിവസം ഞാൻ നിങ്ങളാരും ഇല്ലാത്ത ദിവസം ഉണ്ടാക്കിയതാ. ഇവിടെ നല്ലൊരു കുത്തിക്കയറ്റമാണേ. മിനി മാപ്പ് നോക്കി അങ്ങ് പൊക്കോ, പടച്ചോനെ വിളിച്ചിട്ട്. അഹങ്കാരമല്ലേ പൊളിയതാണ്. പോട്ടെ പോട്ടെ, ലോക്കല്ലേ നിങ്ങളുടെ കയറും, പക്ഷെ എന്റെ കയറത്തില്ല. ആ കയറി കയറി. ഇത് എന്തൊരു കഴിയല്ലേ ഡോൺ ചേട്ടാ ഇതൊക്കെ. കേറിക്കോ. ഇത് രാത്രി എന്തടിച്ചിട്ടുണ്ടാക്കിയത് ഇത്? ഇവിടെ കേറത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഇനി അങ്ങോട്ട് ഹരം പിടിക്കും കേട്ടോ. എന്റെ ആരും പിടിക്കണ്ട. എനിക്ക് എന്തെങ്കിലും മിസ്സായോ? ഇത് സ്റ്റിയറിംഗ് കിടന്ന് ഒഴുകുന്നു. വണ്ടിയുണ്ട്. മാപ്പ് ഉള്ള വണ്ടി മാത്രമേ ഉള്ളൂ. ചോളം മാപ്പ് ഉള്ള ഈ വണ്ടിയാണ് ഞാൻ നേരത്തെ ഇട്ടിട്ട് നമ്മള് ഇറങ്ങി പോയത്. മറ്റേ മരിച്ചീനി വിളയെ കൂടെ ഒക്കെ ഉള്ള മാപ്പ് ഉണ്ട്, പക്ഷെ അത് സമയം എടുക്കും കുറെ ഉണ്ടാക്കാൻ.
മരിച്ചീനിയാണോ? സാറേ മറ്റേ കപ്പ 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 ഉണ്ടല്ലോ, നിനക്കറിയാം മരിച്ചീനി തോന്നുന്നു. മരിച്ചീനി അറിയാം, പക്ഷെ ഇതിലുണ്ടാന്ന് മറ്റേ എന്താ പറയുന്നേ? ഇല്ല അത് തന്നെ ആ സാധനം തന്നെ. അതന്നെ 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 പറഞ്ഞു റബ്ബറും കാട് അത് മരിച്ചില്ലല്ലോ. അതിലേ മാറ്റി പറഞ്ഞത്. ഈ സ്വിച്ച് എന്തെയും. പക്ഷെ ഞാൻ കോച്ചിനെ മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലായിടത്തും ചെക്ക് പോയിന്റ് വെച്ച് കട്ട് ചെയ്ത് തന്നാ ചില ചെക്ക് പോയിന്റ് കട്ട് ചെയ്യുന്ന കുറച്ച് അതെ ഹിറ്റ്മാൻ ഹിറ്റ്മാൻ ചെക്ക് പോയിന്റ് മിസ്സായി. കണ്ട കട്ട് ചെയ്ത് തന്നാ ഹിറ്റ്മാൻ ഗെയിമിംഗ്. ഇതൊക്കെ കർമ്മയാണ് ബ്രോ, ഇതൊക്കെ കർമ്മ. ഈ അണ്ടി വന്നിട്ട് ഞാൻ എങ്ങനെ പിടിക്കാനാ ഇനി? കൈയ്യണ്ട് ഒന്ന് കൊത്തി പിടിച്ചോ. ക്ലാസിക് കോമഡികളാണല്ലോ കുറെ. സത്യല്ലേ നമുക്കൊന്നും തോന്നിട്ടില്ലേ? ഒരു പോയിന്റ് സ്കോർ ചെയ്യണം എന്നിട്ട് സംസാരിക്കണം. ആട്ടും കാട്ടാവേ ഉള്ളത് കൊണ്ടുപോയല്ലേ. നമ്മള് 2-0 ആക്കിയായിരുന്നു. ആണോ? എന്നിട്ട് ഞാൻ തിരിച്ചു വന്ന് 3-0 ആക്കി. ഇപ്പം അതിനൊന്നും പറയല്ലേ? എന്നാ ഇനി മുന്നിൽ കയറുമ്പോ, ഇനി താളം മുന്നിൽ കയറുമ്പോ അമ്മോ അതെന്താ ഡോൺചേട്ടോ? ഈ കളി ഡോൺചേട്ട ഫസ്റ്റ് അടിച്ചാലും ഞാനാണല്ലോ. അതാ ഡോൺചേട്ടന് മുമ്പിൽ ആരടിക്കും, ബാക്കിൽ ആരടിക്കണം അവര് ജയിച്ചു. അതാണ് നമ്മുടെ റൂള്. അതേ ഉള്ളു, ഞാൻ ജയിക്കത്തില്ലേ കളി. വീണ്ടും രാത്രിയിലത്തെ കളി തുടങ്ങിയായിരുന്നു കേട്ടോ. അതായത് ഉണ്ടോ ഇത് എന്തടിച്ചതാ? ഇത് തിരിഞ്ഞു പോയതാണ് ഡോൺ ചേട്ടൻ. നമ്മളെന്തായാലും തിരിയത്തില്ല കേട്ടോ. തിരികത്തില്ല, കമന്നുള്ളത് അടിക്കും. സംഭവിച്ചു. നീ എങ്ങോട്ടാ ചവിട്ടി കയറി പോന്നേ? അയ്യോ ഇത് തിരുവൊന്നുമല്ല, ഇതൊക്കെ IQ കളിയാ മോനെ ഫുള്ള്. ചെക്ക് പോയിന്റ് മിസ് ചെയ്യുമെന്ന് പറയരുത് പ്ലീസ്, എന്നോട് അത് പറയരുത്. ഇല്ല അതെന്താ തുണിയില്ലായിരുന്നോ വണ്ടി ഓടിക്കുന്നത്? ഇങ്ങോട്ടല്ലല്ലോ മാപ്പ്. ഓക്കെ എഡിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. എഡിറ്റൊക്കെ ചെയ്യാൻ പറ്റുമോ? അത് പറ്റും. അതല്ല നമ്മള് കോൺവോയില് സ്വീപ്പായിട്ട് വന്നിട്ട് ഇങ്ങനെ എല്ലാം ചെക്ക് ചെയ്തത്. സ്വീപ്പ് ഇതുകൊണ്ട് പിറകെ പിടിക്കാൻ പോലും പറ്റുന്നില്ല. ഇതൊരു മിസ്റ്റേക്ക് പോലും ചെയ്യുന്നില്ല. എന്റെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ആണോ നോക്കുന്നേ? അല്ലാണ്ട് പിടിക്കാൻ പറ്റില്ല. എടാ ഗ്ലൗ ഇട്ട് എന്നെ പേടിക്കണമെന്ന് പറഞ്ഞില്ലേ നിന്റെ അടുത്ത് ഓൾറെഡി? അത് നിനക്ക് ഇപ്പഴും കാര്യം മനസ്സിലായിട്ടില്ല. നിനക്ക് നമ്മൾ എന്തിനാ ഗ്ലൗ ഒക്കെ മേടിച്ച് ഇത്ര വലിയ സ്റ്റിയറിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിസ്റ്റേക്ക് കാണിക്കാനാ? കഴിഞ്ഞ 3 മാച്ചായിട്ട് എന്റെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഇല്ല, അറിയാവോ? കേക്കാവോ? ഹലോ നല്ല പോയി നീ ബാക്കി പോയി.
കോക്കുന്റെ നാവൊക്കെ കുഴയുന്നല്ലോ കോക്കു. അതെങ്ങനെ തട്ടി നോക്കുന്നു. തോൽവി തലയിലടിച്ച് കൊടുക്കുമ്പോഴേ തോൽവി ഇങ്ങനെ തലയിലടിച്ച് കൊടുക്കുമ്പോ നാക്കൊക്കെ കുഴയുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാ? ഞാൻ ഒരു ചായ അടിച്ചിട്ട് അടിച്ച ചായ ഒരെണ്ണം കുടിക്കട്ടെ. അത്ര ഉള്ളടാ. നോ കോമ്പറ്റീഷൻ ബ്രോ. ഞാനിങ്ങനെ കോമ്പറ്റീഷൻ ഒന്നുമില്ല. ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇവര് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു 5 മിനിറ്റ് ആയിട്ട് എടുക്കുക. അതായിരിക്കും ഇനി നല്ലത്. അടുത്ത റേസ് തൊട്ടേ നമ്മളെവിടെ കേട്ടിട്ടല്ലേ ഇതേ സെയിം ഡയലോഗ്. ഇവര് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ ഞാനൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇവര് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്ത് തുടങ്ങാം. ഇതിന് മുന്നേ ഇതേ ഡയലോഗ് ഞാൻ ആദ്യം ആയത് അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ റിവേഴ്സ് ഓടിക്കാം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമുക്ക് റിവേഴ്സ് ഓടിക്കാം. അത് കൊള്ളായിരുന്നു. അത് പുതിയതായിരുന്നേ. അത് ഇത് പുതുമയുണ്ട് ഇതിൽ. അതെ, ആരൊക്കെ ചാടി തകർന്നു തോന്നുന്നു ഇവിടെ. ചാടിക്കടന്ന് ചാടി ഹിറ്റ്മാൻ ഗെയിമിംഗ് എന്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചു നേരം. പകുതി വെച്ച് പുള്ളി വേറെ അത് ഭിത്തിയിൽ ഹിറ്റ് ചെയ്ത്. പറന്ന് തന്നെ പറന്ന് ഹിറ്റ്മാൻ ഗെയിമിംഗ് ഇപ്പൊ ബോസ് അടുത്ത് തന്നെ വെക്കും. എന്നിട്ട് പഴയ ഇത് മേടിച്ചിട്ട് വരും കേട്ടാ. ഈ വണ്ടിയെ പറ്റൂല. വണ്ടിക്ക് ഒരു സുഖമില്ല. വണ്ടിക്ക് സുഖമല്ലേ? വണ്ടി ഒന്ന് പെണ്ണ് കെട്ടിട്ട് നോക്ക്. വണ്ടി അത് മനസ്സിലായില്ല. അതൊക്കെ വളർന്നു വലുതായ മെച്യൂർഡ് ആയിട്ടുള്ള പിള്ളേർക്ക് മാത്രം മനസ്സിലാവുന്ന കോമഡിയാ. എത്തി ഹിറ്റ്മാൻ എത്തി. പക്ഷെ ബോട്ട് ഇപ്പോഴും ബോട്ടത്തിലാ. മിണ്ടായിരിക്കണേ കളിക്കാത്തവന്മാർക്ക് മിണ്ടായിരിക്കണേ. ആർക്കും കേൾക്കുന്നില്ല. രാജ വാണ പിടിക്കുമെന്നോ? ഇന്നലെ നമ്മള് അവിടുത്തെ അഡ്മിൻസിന് പാട്ടൊക്കെ പാടിക്കൊടുത്തല്ലേ. ഞാനാണെങ്കിൽ മറ്റേ ഇതുണ്ടല്ലോ, അതേത് പാട്ട്? അത് വിഷയം. Diamonds in the sky. So shall I see this you're home. I'm alive. I'm a diamonds in the sky. I know that everything go on right away. Oh, right away. I feel if I energy, I saw within. I saw the lights just shine by. Tonight, you're നീ ഇത്ര നന്നായിട്ട് പാടുമായിരുന്നോ? അവര് അഡ്മിൻസ് ഇതാ പറഞ്ഞത്. ഇത് ചെയ്യാനാ നിർത്തിപ്പിച്ചാണ് ആ പാട്ട്. നല്ലല്ലേ വിഷയം. ആബ്സല്യൂട്ട്ലി സൂപ്പർ. സത്യം. നൈസ് വൺ, ഗുഡ് ജോബ്. ഇതെന്താ ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് അടിക്കുന്ന നീ കണ്ടാണോ സ്കൈയെ? ഇല്ല ഇതെന്താ ഇത്ര സമയം? ഇതെന്താ സമയം കൂടി പോണേ? അതാ ഞാൻ അവരൊരു എക്സ്ട്രാ ഗിയർ എടുത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? സോറി, ഡീമൺ എന്ന് വെച്ചാൽ അവന് റെസ്പോൺസ് ഇല്ല. ഹിറ്റ്മാൻ എത്തി. ഇതല്ലേ അപ്പൊ ഒറിജിനൽ? ഞാൻ ഓർത്ത് എന്താ അറിയാ, നീ പാട്ട് പാടി കൊടുത്തെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നീ ഒറിജിനൽ മറ്റേ കരോക്കെ ഇല്ലാതെ പ്ലേ ചെയ്യുന്ന വിചാരിച്ചേ. ഭയങ്കര അടിപൊളി, നൈസ് വൺ.
പാടി തീർത്ത് കേരളത്തിൽ നമുക്കൊരു കോൺസേർട്ട് നടത്തണം. എന്തിരുന്ന് അത് നീ കറക്റ്റ് പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞേ നീ അത്. എന്തിന് കോൺസേർട്ട് കോൺസെർട്ട്. ഓക്കെ അല്ല കേരളത്തിൽ വരുമ്പോ നീ ഒരു ടിക്കറ്റഡ് ഷോ ആക്കണം കേട്ടോ, അതാകുമ്പോ എടുക്കാതിരിക്കാലോ. ഇല്ല, ഇത് ഒരു പ്രാവശ്യം കേട്ടോണ്ട് അതിന് പുതുമ അങ്ങനെ ചേട്ടാ ഞാൻ വന്നതാ. നീ എന്തിനാ എന്നെ അറിയായിരിക്കുന്നത് വഴി. എന്റെ വണ്ടിക്ക് കൺട്രോളില്ല, എന്റെ വണ്ടിക്ക് കൺട്രോളില്ല. ബോധമില്ലാതെ ഉണ്ടാക്കിയതായത്. അതൊന്നും അല്ല, എന്റെ വണ്ടിക്ക് കൺട്രോളില്ല. സോങ് വോളിയം കൂട്ടാനായിരുന്നു. ഇതൊക്കെ ഹെയ്റ്റ് ക്യാമ്പയിൻ അല്ലേ ഇതൊക്കെ. അതെ, ഞാൻ എന്റെ കോൺസേർട്ടിനൊക്കെ പോകുന്ന സമയത്ത് ഇംഗ്ലീഷ് പാട്ട് പാടുമായിരുന്നു. ഭയങ്കര റെസ്പോൺസ് ആയതുകൊണ്ട് നിർത്തി. പ്രൊണൗൺസിയേഷനൊക്കെ അടിപൊളി ആൾക്കാരുടെ അടുത്ത് പറഞ്ഞത്. അതെ, അപ്പൊ നീ ഇംഗ്ലീഷിൽ ആർപ്പ് ചെയ്ത വിഷയമായിരിക്കും ചെയ്തിട്ടില്ലോ പോഞ്ച്. ആ മറ്റല്ല അവിടെ അതൊക്കെ ഉണ്ടല്ലോ അളിയ. നിനക്ക് കാര്യം എന്റെ ഹൈയസ്റ്റ് RP വാച്ചിങ് അതാണ്. ഗ്രാൻഡ് RP ആണ് എന്റെ ഹൈയസ്റ്റ് വാച്ചിങ്. അതും റാൻഡ് ഒറ്റയ്ക്ക് കളിച്ച RP. ഞാനും കയറി വന്നായിരുന്നു. പക്ഷെ അന്നല്ലടാ, അടുത്ത ദിവസം അവനെ പരിചയപ്പെട്ട് ഞാൻ ഇവിടെ ഒരു അണ്ടർവേൾഡ് ഉണ്ടാക്കിയില്ലേ, ആ ദിവസമായിരുന്നു ഏറ്റവും കൂടുതൽ വാച്ചിങ് പുള്ളി ചെയ്ത RP. എന്താ പറഞ്ഞേ? നാളെ ഏത് മാച്ചാണ്? നാളെ ബെൽജിയം സ്പെയിൻ. ഗൈസ്, എനിക്കറിയാം നിങ്ങൾക്ക് ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് കിട്ടുന്നില്ലെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ ഇച്ചിരി ബെറ്റർ ആയിപ്പോയി ഗൈസ്. ഇവരെക്കാളൊക്കെ ഞാൻ കുറച്ച് അടിപൊളിയായിപ്പോയി, ഞാൻ കുറച്ച് കിടിലും ആയിപ്പോയി, ഞാൻ കുറച്ച് നൈസ് ആയിപ്പോയി, ഞാനിതിൽ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് പ്രോ ആയിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? അതിലൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്, അതിലൊന്നും ചെയ്യാനില്ല. ഞാൻ കുറച്ച് അടിപൊളിയായി. ഞാൻ പവർഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് നിനക്ക് എന്നെ തൊടാൻ പറ്റിയില്ല. പോട കണ്ടി, നീ റെഡ് ബുള്ളും കഴിച്ച് നീ കുടിച്ച് നീ ഇങ്ങനെ എനർജി ആയിട്ടിരിക്കുന്നു. നമ്മള് ചോറും കഴിച്ച് ഉള്ള എനർജി പോയി. നോ കോമ്പറ്റീഷൻ ബ്രോ. സീരിയസ്ലി ഇരിക്കുന്നത് മടുത്തു തുടങ്ങി. കുഴപ്പമില്ല, നമ്മൾ ആദ്യം ജയിച്ചു വന്നതാ. കുഴപ്പമില്ല.